കോഴിക്കോട് ബീച്ചിൽ ഫുഡ് സ്ട്രീറ്റ് സജ്ജമായി. ഒരേപോലെ ഡിസൈൻ ചെയ്ത 90 കച്ചവട സ്ഥാപനങ്ങളിലാണ് ഭക്ഷണം സന്ദർശകർക്കായി ഒരുക്കുക. ഉദ്ഘാടനം മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു. ബീച്ചിൽ കോർപ്പറേഷൻ ഒരുക്കിയ വെൻഡിംഗ് മാർക്കറ്റ് കം ഫുഡ് സ്ട്രീറ്റ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ബീച്ചിലെ സായാഹ്നത്തെ സജീവമാക്കുന്നത് കോഴിക്കോടിന്റെ രുചി വൈവിധ്യങ്ങളാണെന്ന് മന്ത്രി പറഞ്ഞു. ഫുഡ് സ്ട്രീറ്റും പരിസരവും മലിനമാക്കാൻ അനുവദിക്കരുതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അപ്പോൾ നഗരവൽക്കരണം ഉയർത്തുന്ന വെല്ലുവിളികൾ, ഒപ്പം നഗരവൽക്കരണം തുറന്നു തരുന്ന സാധ്യതകൾ, ഇത് രണ്ടും നാം ഉപയോഗിക്കണം. മറ്റൊന്നിനെ, ആ വെല്ലുവിളികളെ നമുക്ക് ശരിയായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റണം. ഇപ്പോ ബീച്ചില് വെൻഡിങ് മാർക്കറ്റും ഫുഡ് സ്ട്രീറ്റും വരുന്നു. ആയിരക്കണക്കിന് ആളുകൾ എല്ലാ ദിവസവും മുമ്പ് വരുന്നത് പോലെ അതിനേക്കാൾ കൂടുതലും ഇനി വരും. ഇതെല്ലാം കൊള്ളാം. പക്ഷെ ഒരു കാരണവശാലും വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റാത്തൊരു കാര്യം, വളരെ കർശനമായ നിലപാട് അക്കാര്യത്തിൽ കോർപ്പറേഷനും എടുക്കണമെന്ന് ഞാൻ പരസ്യമായി തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു. അത് ശുചിത്വത്തിന്റെ കാര്യമാണ്, വൃത്തിയുടെ കാര്യമാണ്. അപ്പോ വെൻഡിങ് മാർക്കറ്റും ഫുഡ് സ്ട്രീറ്റും ഒക്കെ നഗരത്തെ മലിനമാക്കാൻ ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല. അപ്പൊ തെരുവിലെ കച്ചവടം ഏറ്റവും ശുചിയായി, ഏറ്റവും വൃത്തിയായി, മാലിന്യമില്ലാതെ നടക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം കച്ചവടക്കാർക്കുണ്ട്. അത് ഞാൻ കച്ചവടക്കാരുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ നേരെ തന്നെ പറയാം. ചടങ്ങിൽ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു. MLA-മാരായ തോട്ടത്തിൽ രവീന്ദ്രൻ, അഹമ്മദ് ദേവർകോവിൽ, ഡെപ്യൂട്ടി മേയർ CP മുസാഫർ അഹമ്മദ്, സ്ഥിരം സമിതി അധ്യക്ഷരായ P ദിവാകരൻ, OP ഷിജിന, S ജയശ്രീ, PC രാജൻ, K കൃഷ്ണകുമാരി തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്ഘാടനത്തോട് അനുബന്ധിച്ച് മേയറുടെ നേതൃത്വത്തിൽ നഗരത്തിലെ പൗരപ്രമുഖർ ചേർന്ന് കേക്ക് മുറിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പേരക്ക ബുക്സ് രണ്ടാമത് UA ഖാദർ സാഹിത്യ